നമ്മുടെ മുൻ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ കല്യാണം കഴിക്കാനിരിക്കുന്ന ആരതിയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. നമ്മൾ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നില്ല. നമുക്കൊരൊറ്റ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്, നിങ്ങൾ കോമണർ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന രണ്ടുപേരും നമുക്ക് കോമണറായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത്, ബിഗ് ബോസ് ഉടായിപ്പാണ് എങ്കിൽ, ഉടായിപ്പിക്കാനാണ് എങ്കിൽ ഒരു കൂട്ടും താക്കോലും വാങ്ങിച്ച് ബിഗ് ബോസ് കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 6 ആദ്യത്തെ ഫാൻ പേജ് തുടങ്ങിക്കഴിഞ്ഞു. മറ്റാരുടെയല്ല, കോമണറായി ബിഗ് ബോസ് അനൗൺസ് ചെയ്ത റസ്മിൻ ബായി. ഇപ്പോൾ വെളിയിൽ കൂടുതലും ചർച്ചകൾ നടക്കുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് തെരഞ്ഞെടുത്ത 2 പേർ അത് ശരിക്കും കോമണർ തന്നെയാണോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഫാൻ പേജ് ഒക്കെ വന്നത്. അങ്ങനെ ഫാൻ പേജ് ഒക്കെ വന്നപ്പോൾ ഞാൻ കയറി ഇതിലോട്ടൊന്ന് നോക്കി. റസ്മിൻ ബായിയുടെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ ഒരു സ്റ്റോറി കാണാനിടയായി. ആ സ്റ്റോറി ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ആ ചർച്ചയിലേക്ക് കിടക്കാം. ഇപ്പോ ഒരു കോമൺ മാന്റെ ഒരാളായിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോവാണ്. അപ്പോ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള വലിയ പിടിയൊന്നും ഇല്ല. പക്ഷെ ഞാൻ മാക്സിമം ഞാനായിട്ട് തന്നെ, നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു കുറച്ച് നാളായിട്ട് ഇപ്പൊ എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, കുറച്ച് അധികമായിട്ട്. അപ്പോ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതെന്റെ ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഫാമിലി എല്ലാവരും. നമ്മളെന്താക്കുന്ന റസ്മിൻ ബായി ആർമി. ഞാൻ തന്നെ പറയുന്ന ഒരു അവസ്ഥയല്ലേ. ഞാൻ കാരണേ നമ്മള് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും. അപ്പൊ റസ്മിൻ ബായിയുടെ സ്റ്റോറിയാണ്. കുറച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്നു മുതൽ നമ്മൾ റസ്മിൻ ബായി ആർമി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അതുകൊണ്ടാണ് റസ്മിൻ ബായി തുടങ്ങി വെച്ചിട്ടങ്ങ് പോകുന്നത്, ആർമി ഗ്രൂപ്പ്. അതിനുശേഷം ഈ റസ്മിൻ ബായിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു, റസ്മിൻ ബായി ഒഫീഷ്യൽ ഫാൻ പേജ്. ആ ഫാൻ പേജിൽ വന്ന ഒരു ഫോട്ടോ നമ്മുടെ മുൻ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ കല്യാണം കഴിക്കാനിരിക്കുന്ന ആരതിയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ വന്നതിൽ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ റോബിൻ ആർമികൾ ഇനി മുതൽ റസ്മിൻ ബായിയെ സപ്പോർട്ട് ചെയ്യും. ഇനി കളിച്ചാലും കളിച്ചില്ലെങ്കിലും അവരുടെ വോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, ബിഗ് ബോസിൽ കോമണേഴ്സിനെ തിരഞ്ഞെടുത്തതിൽ എവിടെയെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയോ, അതോ ബിഗ് ബോസിന്റെ ഷോ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല എന്നൊരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ഇവർ നിഷാന എന്നും റസ്മിൻ ബായിയും കോമണർ എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ ഇവര് കോമണർ ആണെന്ന് ആർക്കും അംഗീകരിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല, കൂടുതൽ പേർക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ കോമണർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സാധാരണപ്പെട്ടവർ എന്നാണ്. പക്ഷെ ഇവരെ കണ്ടാൽ ഒരു സാധാരണപ്പെട്ടവരെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്ന് സാധാരണപ്പെട്ടവരെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് സാധാരണപ്പെട്ടവരെന്ന് പറഞ്ഞത്. ഇവരാണെങ്കിൽ ഇവര് റൈഡ് പോകുന്നതും പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ ഫോട്ടോസുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സാധാരണക്കാരല്ലേ, അങ്ങനെ ഫോട്ടോ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവരുടെ 2 പേരെയും കോമണറായി തെരഞ്ഞെടുത്തത് ബിഗ് ബോസ് സുതാര്യമായിട്ടാണ് എന്ന് എല്ലാവർക്കും ഇപ്പൊ സംശയമുണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. റസ്മിൻ ബായി ഫാൻ പേജിലൊക്കെ ഡീഗ്രേഡിങ്, ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലുകാരെല്ലാം ഡീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ ഉഷാറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്ര കടന്ന് ഇവിടെ കോമണർ അല്ല എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് അവരെ കോമണറായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അവരെന്തായാലും ഹൗസിനുള്ളിലേക്ക് പോകും. സെലിബ്രിറ്റി ആയിട്ട് തന്നെയാണ് ഇപ്പൊ പോകുന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസ് വരുന്നവർ ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അവര് വന്ന് ഹൗസിന്റെ ഉള്ളിൽ കയറുമ്പോഴും അവര് സെലിബ്രിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ ഇവരും ഇപ്പൊ സെലിബ്രിറ്റീസ് ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, വെളിയിൽ നിന്നും ഫാൻ പേജ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരു ബിഗ് ബോസ് ജേതാവിന്റെ അടുത്ത ആളാണെന്ന് കാണിക്കാനുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയ അവർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കാം, ഫാൻ പേജ് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ, ബിഗ് ബോസ് കറക്റ്റായിട്ട് വോട്ടിങ്ങിന്റെ രീതിയിലാണ് ആൾക്കാരെ പുറത്താക്കുന്നത് എങ്കിൽ, അതല്ല ഇനി
കോമണറെ തെരഞ്ഞെടുത്ത പോലെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ എത്ര ഫാൻ പേജ് തുടങ്ങിയിട്ട് പോയാലും അവർ അടുത്ത് തന്നെ പുറത്താകും. ഇല്ല, മറിച്ച് ഇവർ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നെഗറ്റീവ് കൊണ്ടായിരിക്കും അകത്തോട്ട് പോകുന്നത്, ഇങ്ങനെ നിങ്ങൾ കോമണർ അല്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് കൊണ്ടായിരിക്കും അകത്തോട്ട് പോകുന്നത്. പക്ഷേ ഇവരവിടെ പോയി നല്ലൊരു ഗെയിം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. ഇനിയിപ്പോ ഇവർ കോമണർ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ അവര് എന്തായാലും ബിഗ് ബോസ് തെരഞ്ഞെടുത്തു കോമണറായിട്ട്. ഇനിയിപ്പോ അവർ മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ, അവർ മാറ്റാനൊന്നും പോകുന്നില്ല. ഇനി ഇവരുടെ ഗെയിമാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവരുടെ ഗെയിം, ഇവരെങ്ങനെ ഗെയിം കളിക്കുന്നു അകത്ത്. ഇപ്പോൾ തന്നെ ബിഗ് ബോസിലുള്ള ഒരു വലിയൊരു താരം, ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു വലിയ ഒരു താരത്തിന്റെ അടുത്ത ആളാണെന്ന് കാണിക്കാനുള്ള ഫോട്ടോസ് ഒക്കെ ഇപ്പൊ എല്ലാവരും ഇടും. അങ്ങനെ ഫോട്ടോസ് എടുത്തവരൊക്കെ ഇടാം. ചിലപ്പോൾ പറയാം, ചിലപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഫംഗ്ഷന് പോയപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ് എന്നൊക്കെ പറയാം. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ, അതൊന്നും നമ്മളിപ്പോ ചൂട് നോക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു ഫോട്ടോ, ഇപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ ഫോട്ടോയിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവരെ കുറ്റപ്പെടുത്താനൊന്നും നമ്മളില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നാൽ, അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ ആരെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടു നമ്മൾ ഫോട്ടോ എടുക്കും. അതിലൊന്നും പ്രശ്നമില്ല. നിങ്ങളിപ്പോ ആർമി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പോയാലും ഇവിടെ വിഷയമല്ല. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ അകത്ത് പോയി ഗെയിം കളിച്ചില്ലെങ്കിൽ ഈ ഷോയിൽ നിന്ന് ഈ ഷോ കറക്റ്റായിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അടുത്ത് തന്നെ പുറത്താകും. അപ്പോൾ ഇവരുടെ ഗെയിം എന്താണെന്ന് നമുക്കിനി വിലയിരുത്താം. ഇനിയിപ്പോൾ അതേ നടക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളിനി അകത്ത് പോയി ഇവരെന്ത് ഗെയിം കളിക്കുന്നു എന്ന് കണ്ട് അതിനെ വിലയിരുത്താം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിഗ് ബോസ്, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ബോസ് ഉടായിപ്പാണ് എങ്കിൽ, ഉടായിപ്പിക്കാനാണ് എങ്കിൽ ഒരു പൂട്ടും താക്കോലും വാങ്ങിച്ച് ബിഗ് ബോസ് കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളത്. എന്താ വെച്ചാൽ കഴിഞ്ഞ സീസണുകളും അതിനു മുമ്പുള്ള സീസണുകളും എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സീസണിൽ സംഭവിച്ചതിന്റെ എഫക്റ്റ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായി. അതിലും ഭയങ്കരമായ ഒരു എഫക്റ്റ് ആയിരിക്കാം ഈ സീസണിൽ ഉണ്ടാകുന്നത്. പിന്നെ ബിഗ് ബോസ് എന്ന ഷോ മറ്റുള്ള, ഞാൻ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ മലയാളികൾ പൊളിയാണ്. മലയാളികൾ തീർച്ചയായിട്ടും അതിനെ വിലയിരുത്തും. പിന്നെ ഈ ഷോ നിർത്തേണ്ടി വരും, ഈ പൂട്ടും താക്കോലും കൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ ഈ ഷോ മുന്നോട്ട് മലയാളത്തിൽ പോകും എന്ന്, നല്ലൊരു ഹിറ്റായി പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു ഷോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓടിച്ചു പോകാം എന്നേ ഉള്ളൂ. ഇനി ഒരു നെഗറ്റീവ് കൂടി ഈ ബിഗ് ബോസിന് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഫാൻ പേജ് തുടങ്ങിയിട്ട് പോകുന്നവരും ഫാൻ പേജ് ഇല്ലാതെ പോകുന്നവരും ആരാണായാലും എല്ലാവരും അവിടെ തുല്യരാണ്. ഇപ്പോഴേ ഫാൻ പേജ് തുടങ്ങി അതിനകത്ത് ഇപ്പോഴേ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയി. ഞങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്നു, ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ. നമ്മൾ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നില്ല. നമുക്കൊരൊറ്റ, എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്, നിങ്ങൾ കോമണർ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന രണ്ടുപേരും നമുക്ക് കോമണറായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നില്ല, കോമണറായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എന്തായാലും അകത്ത് കയറ്റുകയും ചെയ്യും. അതിനുശേഷം ഇവരുടെ ഗെയിം, ആ ഗെയിമാണ് ഇവർ നിൽക്കണോ അതോ പുറത്താകുമോ എന്ന് തീരുമാനിക്കുന്നത്. അത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇനി ഇവരെ എടുത്തതിൽ ഏതെങ്കിലും ലോബിക്ക് പങ്കുണ്ടോ? ഈ ബിഗ് ബോസിന്റെ സെലക്ഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി കാണുമല്ലോ. ഈ സെലക്ട് ചെയ്തവർ ഇവരുടെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഈ സെലക്ട് ചെയ്തവർ ആരുമായിട്ട് ബന്ധമുണ്ടോ? മറ്റുള്ളവരെ തഴഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ സെലക്ട് ചെയ്തു എന്നൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം.